നമസ്കാരം, ഒലി മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മറുനാടൻ രുചിയാണ് ബംഗാളിന് പ്രിയപ്പെട്ട ഒരു ബംഗാളി ഫിഷ് കറി. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ കുറച്ച് മീൻ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി ഏകദേശം ഒരു അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കി ഈ മീൻ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതേ പാനിൽ ഈ എണ്ണയിൽ തന്നെ നമുക്കിനി മസാല തയ്യാറാക്കാം. എണ്ണ കുറവാണെങ്കിൽ നമുക്ക് അല്പം എണ്ണ കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയോ സവോളയോ അത് ഈ എണ്ണയിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ സവോള ഏകദേശം ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ അരച്ചെടുത്ത കുറച്ച് സവോള കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ സവോളയെല്ലാം ബ്രൗൺ ആയി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് പച്ചമുളക് ചേർക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഏകദേശം ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ്. അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മസ്റ്റർഡ് പേസ്റ്റ്. കളഞ്ഞ് വെള്ളക്കടുക് കുതിർത്ത് അരച്ചെടുത്താൽ മതി. എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാളെ മീൻകറിക്ക് പ്രധാനമായിട്ടും ടേസ്റ്റ് കൊടുക്കുന്നത് കുടമ്പുളിയും മുളക് ചാറുമാണെങ്കിൽ അത് ബംഗാളിൽ വരുമ്പോൾ കടുകും ജീരവും വെളുത്തുള്ളി കൂടി അരച്ചെടുത്തത് ടൊമാറ്റോ പേസ്റ്റ് കിടന്ന് തുടങ്ങുമ്പോഴാണ്. നമ്മുടെ മസാലകളെല്ലാം ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരേ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഗ്രേവിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ആവശ്യത്തിന് ലൂസാക്കി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഈ ഗ്രേവിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് ചെറിയ തീയിൽ തന്ന് ഏകദേശം 10 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തൈര് കൂടി ചേർക്കാൻ പോവുകയാണ്. ബംഗാളി ഫിഷ് കറിയുടെ ഒരു വേർഷനാണ്. കൂടുതലായിട്ടും ബംഗ്ലാദേശിലേക്ക് വരുമ്പോഴാണ് തൈരിന്റെ ഉപയോഗം കൂടി വരുന്നത്. പക്ഷെ നമുക്ക് മീനും തൈരും വരുത്ത ആഹാരമാണെന്ന് ചിലർ പറയാറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ പലപ്പോഴും ഊണ് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതൊക്കെ മോര് കറിയും മീനും എല്ലാം കൂടി ചേർത്തല്ലേ. ഇനി അല്പം മല്ലിയിലയും മുളകും ചേർത്ത് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. നമുക്കിനി നമ്മുടെ മീൻ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബംഗാളി ഫിഷ് കറി കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി മറ്റൊരു മറുനാടൻ രുചിയുമായി വീണ്ടും കാണുന്നവരെ ഒരു മസാലയുടെ എപ്പിസോഡ് കണ്ട് എല്ലാവർക്കും നന്ദി.